ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടി സിദ്ദിഖ് MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി സിദ്ദിഖ്, വീണ്ടും നമ്മളൊരു വന്യമൃഗ ആക്രമണത്തിന്റെയും മരണത്തിന്റെയും വാർത്ത പുറത്തുവിടുകയാണ്. അത് ഇക്കുറി വരുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലെ ഒരു സാഹചര്യം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സ്ഥിരമായി മനുഷ്യ സംഘർഷം പലയിടങ്ങളിൽ ഉണ്ടാകുന്നു. അതുപോലെ ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിലായ ഒരു മരണത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നത് ഉണ്ടാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് MLA? ഞാൻ നിങ്ങളുടെ ഒരു വാക്കിനെ ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ളതായിരിക്കുന്ന സംഘർഷവും സംഘട്ടനവും വയനാട്ടിൽ നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് ഏകപക്ഷീയമായിട്ടുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം മാത്രമാണ് അവിടെ നടക്കുന്നത്. മനുഷ്യൻ കാട്ടിൽ പോയി മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസകരമായ സാഹചര്യങ്ങൾ ചെയ്യുന്നതോ അവിടെ നടക്കുന്നില്ല. ഏകപക്ഷീയമായിട്ടുള്ള വന്യമൃഗ ആക്രമണങ്ങൾ മനുഷ്യർക്കെതിരെ നടക്കുന്നതായ അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ അവസാനത്തെ ഇരയാണ് രാധ എന്ന് പറയുന്ന ഒരു തോട്ടം തൊഴിലാളിയായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീ. അവർ അവരുടെ ഉപജീവനത്തിന്റെ മാർഗമായി തൊഴിലെടുക്കാൻ പോയതാണ്. ആ തൊഴിലെടുക്കാൻ പോയ സമയത്ത് കടുവാക്രമണം നടന്നു. കടുവ അവരെ ഒരിക്കലും നമുക്ക് പുറത്തു പറയാൻ കഴിയുന്നതിനും അപ്പുറമുള്ളതായിരിക്കുന്ന മൃഗീയമായ രീതിയിൽ കടുവ ആക്രമിച്ച് കടുവ ഭക്ഷിക്കുന്നതായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യം, ഏറെ ഭീതിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. നേരത്തെ നിങ്ങൾ ആലോചിക്കണം, സുൽത്താൻ ബത്തേരി വാഗേരിയിലെ പ്രജീഷ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്, ക്ഷീര കർഷകനാണ്. തന്റെ പശുവിന് പുല്ലരിയാൻ പോയ സമയത്താണ് വീടിനടുത്ത് വെച്ചുകൊണ്ട് ആ പുല്ലരിയുന്ന സമയത്ത് കടുവ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ തലച്ചോർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ ഉൾപ്പെടെ ഭക്ഷിക്കുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരം അവസാനമൊന്ന് കാണാൻ പോലും പറ്റാതെ അതീവ ഗൗരവതരമായ രീതിയിൽ മരിക്കുന്ന സാഹചര്യം, കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ബഹുമാനപ്പെട്ട മന്ത്രി പോലും അന്ന് അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മന്ത്രിക്ക് പിന്നെ വയനാട്ടിൽ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഉയർന്നപ്പോൾ മറ്റ് 4 മന്ത്രിമാരുടെ അകമ്പടിയോടുകൂടി കേരളത്തിന്റെ വനമന്ത്രിക്ക് വരേണ്ടി വന്നു. ഇപ്പോൾ ഉള്ള സാഹചര്യം വയനാട്ടിൽ നിറയെ കടുവകളാണ്. കടുവകൾക്ക് ഒരു കടുവയ്ക്ക് സഞ്ചരിക്കാനുള്ള 1 കിലോമീറ്റർ റേഡിയസ് ഉണ്ട്. ആ റേഡിയസിന് അതിന്റെ 10 ഇരട്ടി കടുവയാണ്. എവിടെ താമസിക്കും? ഈ കടുവകൾക്ക് ഉള്ളിൽ ഭക്ഷണം വേണ്ടേ? ഉള്ളിൽ സംഘടന നടക്കുമ്പോൾ പുറത്തേക്ക് അവർ വരും, ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ പുറത്തേക്ക് വരും. ഇതിന് ഇപ്പോ ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാറ്റലൈറ്റ് സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണവും ഉപയോഗിച്ചുകൊണ്ട് സെൻസസ് എടുക്കുന്നല്ലോ. ഈ സെൻസസ് എടുക്കുന്നത് പോലെ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മൂവിങ് നടത്താനും റേഡിയോ കോളർ പോലെയുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണ്ടായി. ഇപ്പോ എന്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം പെരുന്തട്ട ഉൾപ്പെടെ പുൽപ്പാറ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സ്ഥലം, ഏറ്റവും അവസാനം കള്ളാടിയിൽ പിന്നെ കടുവയുടെ സാന്നിധ്യമാണ്. കടുവ മാത്രമല്ല, ഒരു കടുവയല്ല, ഒരു കടുവയും കടുവയുടെ കൂടെ 3 മക്കളും 5 കടുവയെ കണ്ടതായിരിക്കുന്ന ഇടം, അങ്ങനെ തുടങ്ങി കടുവകളുടെ ഒരു വിഹാര കേന്ദ്രമായി നമ്മുടെ വയനാട് മാറുകയാണ്. ഫെൻസിങ്ങിനോ അല്ലെങ്കിൽ മതിൽ കെട്ടലിനോ ട്രെഞ്ചിങ്ങിനോ ഈ കടുവകളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അത് ആനകളെ നിയന്ത്രിക്കാനേ പറ്റൂ. ഇപ്പൊ സോളാർ പവർ ഫെൻസിങ് ആണെങ്കിലും ഹാങ്ങിങ് പവർ ഫെൻസിങ് ആണെങ്കിലും ട്രെഞ്ചിങ് ആണെങ്കിലും ക്രാഷ് ഗാർഡ് ആണെങ്കിലും വാൾ ബിൽഡിംഗ് ആണെങ്കിലും ഈ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ആനകളെ നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. നേരത്തെ ആനയായിരുന്നു, ഇപ്പൊ ആന മാത്രമല്ല, ആനയുടെ കൂടെ കടുവയുടെ ആക്രമണമാണ് വളരെ ഗുരുതരമായി വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ചാലികത്തയിലെ അജീഷ്, പാക്കത്തെ പോള്, തോൽപ്പെട്ടിയിലെ ലക്ഷ്മണൻ, മേപ്പാടിയിലെ കുഞ്ഞവറാൻ, ഈ ഏറ്റവും അവസാനം രാധ, അങ്ങനെ തുടങ്ങി ഓരോ ആളുകൾ, ഇവരൊക്കെ ജീവനോപാധിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് വനത്തിന് പുറത്തു വെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. വളരെ പരിമിതമായ കേസസ് ആണ് വനത്തിനകത്ത് സംഭവിച്ചിരിക്കുന്ന കേസസ്. അപ്പോ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞത് വന്യമൃഗങ്ങളെ കാട്ടിനകത്ത് വെച്ചുകൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അവ പുറത്തേക്ക് വരുന്ന കള്ളമാണ്. ഈ ഗവൺമെന്റിന് മനുഷ്യന് വിലയില്ല, മനുഷ്യന് തീരെ വിലയില്ല, മനുഷ്യന്റെ ജീവന് വിലയില്ല, അവന്റെ പ്രവർത്തനങ്ങൾക്ക് വിലയില്ല, അവൻ ആശ്വാസ പദ്ധതികളില്ല. ഒരു കൃഷിനാശം പണ്ടത്തെ റേറ്റിനാണ് കൊടുക്കുന്നത്, അതും കൊടുത്തു തീർക്കുന്നില്ല. ഇത്രയും അവഗണന മലയോര മേഖലയിലെ കർഷകർ നേരിട്ട ഒരു സമയവും സന്ദർഭവും ഉണ്ടായിട്ടില്ല.
നിസ്സംഗതയുള്ള ഒരു സർക്കാരിന്റെ ആ നിസ്സംഗതയൊക്കെ കൊടുക്കേണ്ടി വന്ന അവസാനത്തെ ജീവനാണ് രാധയുടെ ജീവൻ എന്നുള്ളത്. വളരെ സങ്കടകരം എന്ന് പറയട്ടെ. ഒരു സാധാരണ കർഷക കുടുംബം, സാധാരണ വളരെ പാവപ്പെട്ടതായിരിക്കുന്ന ഒരു തൊഴിലാളി കുടുംബം, ആ തൊഴിലാളി കുടുംബത്തിന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെഡ് വിന്നറിൽ ഒരാളെ നഷ്ടപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഇങ്ങനെ പോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധവും ഇതിനെതിരായിട്ടുള്ള പ്രതിരോധവും അതിശക്തമായി ഉയരും, തർക്കമില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഒരു കാര്യം, മൃതദേഹം വെച്ചുകൊണ്ടുള്ള വിലപേശൽ ശരിയല്ല എന്നുള്ളത്. അത് നേരത്തെ നടത്തിയവരാണ് ഇത് പറഞ്ഞത്. ആരാണ് മൃതദേഹം? ഞങ്ങളൊക്കെ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ നേതൃത്വം കൊടുത്ത് ജനങ്ങളെ ശാന്തരാക്കാൻ ശ്രമിച്ച് ആ ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നതായ പൊതുപ്രവർത്തകന്മാരാണ് ഞങ്ങൾ. ജനങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? അവരുടെ ജീവൻ, മക്കൾക്ക് പഠിക്കാൻ പോകണ്ടേ? അവർക്ക് രാവിലെ 4-5 മണിയാകുമ്പോൾ ക്ഷീര കർഷകനാണ് വയനാട്ടിൽ 25,000 ക്ഷീര കർഷകർ. അവർക്ക് കാലത്ത് ശ്രീ ടി സിദ്ദിഖ്, ഇപ്പോ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ആനയെ നിയന്ത്രിക്കാൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു, ഫെൻസിങ്, മതിൽ കെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷെ കടുവയുടെ കാര്യത്തിൽ അത് സാധ്യമല്ല. ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇതിനൊരു പരിഹാരം എന്നുള്ളത് എന്താണ് താങ്കൾ നിർദ്ദേശിക്കുന്നത്, താങ്കൾ അടക്കമുള്ളവർ? ഒന്ന്, കാടും നാടും വേർതിരിച്ച് കൃത്യമായ ബൗണ്ടറി ചെയ്ത് ഒരു കാരണവശാലും ഒരു വന്യമൃഗവും നാട്ടിലേക്ക് വരാതെ സൂക്ഷിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. അതിനെന്ത് വേണം? അതിന് ബൗണ്ടറി ഫിക്സ് ചെയ്യണം. ആ ബൗണ്ടറി ഫിക്സ് ചെയ്ത് അവിടെ ട്രെഞ്ചിങ്ങും വാൾ ബിൽഡിങ്ങും ആ മതിൽ കെട്ടി മതിലിന്റെ മേലെ ഫെൻസിങ് ഉൾപ്പെടെ ക്രമീകരിച്ച് കാട്ടിലുള്ള ഒരു വന്യമൃഗവും നാട്ടിലേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, ആനയ്ക്കിപ്പോ കാലിക്കത്തയിലെ അജീഷിനെ കൊലപ്പെടുത്തിയത് കർണാടകയിലെ ഹാസനിൽ നിന്ന് വന്നതായ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആനയാണ്, മുഴയാനയാണ്. ഈ മുഴയാന ഇപ്പോ കേരള അതിർത്തിയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. എത്തിയതായിരുന്നു നമ്മൾ, വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇന്റർസ്റ്റേറ്റ് ഏകോപനം ഉൾപ്പെടെ ഞങ്ങളെന്ന് പറഞ്ഞിരുന്നു. ആ ഏകോപനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്, ഞാനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടുന്ന മറുപടി ഏകോപനം നന്നായി നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഈ ചാലിക്കത്തയിലെ അജീഷിനെ കൊന്ന ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആനയ്ക്ക് റേഡിയോ കോളർ ധരിപ്പിച്ചിട്ടുണ്ട്. ഇവർ സെൻസിങ് എടുക്കാറുണ്ടല്ലോ, സെൻസസ് എടുക്കാറുണ്ടല്ലോ. ഈ സെൻസസ് എടുക്കുന്നതോടൊപ്പം തന്നെ എല്ലാ വന്യമൃഗങ്ങൾക്കും റേഡിയോ കോളർ ഉൾപ്പെടെയുള്ളതായ ഉപകരണങ്ങൾ ധരിപ്പിച്ച് അവയുടെ മൂവിംഗ് സിഗ്നൽ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലിയർ അലാറം സിസ്റ്റം ഉൾപ്പെടെ കാടും നാടും വേർതിരിക്കൽ, അവിടെ വൻമതിൽ, ആ മതിലിന്റെ മേലെ ഫെൻസിങ് ഉൾപ്പെടെ കെട്ടി കാട്ടിലേക്ക് ആന ഇറങ്ങാതെ, വന്യമൃഗങ്ങൾ കടുവ ഉൾപ്പെടെ ഇറങ്ങാതെ സൂക്ഷിക്കാനുള്ള നടപടി. വയനാട്ടിലെ ടെറൈൻ വളരെ ജോഗ്രഫിക്കൽ ഹസാഡസ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ടെറൈനാണ്. ആ ടെറൈൻ അനുസരിച്ചതായിരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. ഒരു നടപടിയുമില്ല, ഒരു നിലപാടുമില്ല, ഒരു ഉത്തരവാദിത്തരഹിതമായി സർക്കാർ പോകുന്നതിന്റെ അവസാനത്തെ ജീവൻ കൊടുക്കലാണ് രാധയുടേത്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം, ഇനിയൊരാളുടെ ജീവൻ, ഓരോ സമയത്തും ഞങ്ങളൊക്കെ പറയും, ആകുലത, വിഷമം പറഞ്ഞു തീർക്കുകയല്ലാതെ ആരോട് പറയാൻ എന്നുള്ളതാണ് വിഷമം. ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന ഒരു മന്ത്രിയും ഭരണകൂടവും ഈ നാടിനെ കലുഷിതമാക്കുന്നു എന്നുള്ളത് സങ്കടത്തോടു കൂടി പറയുക. ശരി, വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ് MLA പ്രതികരിച്ചതിന്. ശാശ്വത പരിഹാരം വേണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ സ്ഥലത്ത് തർക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുകയാണ്. സ്ഥിരമായി കടുവയുടെ സാന്നിധ്യമുള്ള ഇടമാണ്. അവിടെയാണിപ്പോൾ ഒരു താത്കാലിക വനം വകുപ്പ് വാച്ചറുടെ ഭാര്യയ്ക്ക് ഇന്ന് അതിക്രൂരമായ ഒരു ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്.